ഹലോ, ഏഷ്യാനെറ്റ് അല്ലേ? ബിഗ് ബോസിനൊന്ന് കൊടുക്കാവോ? സാറേ, നിങ്ങൾ കണ്ടസ്റ്റന്റിനെ ഒക്കെ ഫൈനലൈസ് ചെയ്ത് പരിപാടിയൊക്കെ തുടങ്ങിയെന്നാണല്ലോ അറിഞ്ഞേ. അല്ല, എൻ്റെ വൈഫിന് കോളൊന്നും വന്നില്ല. അങ്ങനെ വരാൻ വഴിയില്ല. അവൾ എന്താണേലും സെലക്ട് ആവേണ്ടതാണ്. നിങ്ങൾക്ക് അവിടെ കഴിവിനെ കുറിച്ച് അറിയാൻ മേലാഞ്ഞിട്ടാ സാറേ. അവള് നല്ലപോലെ പരദൂഷണം പറയും. ഇവിടെ കേൾക്കുന്നത് അവിടെ ചെന്ന് പറയും, അവിടെ കേൾക്കുന്നത് ഉപ്പും പുളിയും എരിവും ഒക്കെ ഇട്ട് മറ്റേടത്ത് ചെന്ന് പറയും. അങ്ങനെ ആൾക്കാരെ തമ്മിൽ തല്ലിക്കാൻ അവൾ ഭയങ്കര മിടിക്കുക സാറേ. അല്ല ഭായ്, ഞാൻ വേറൊരു ഇൻസിഡൻറ്റ് പറയാം, കേക്ക്. ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നതാണ് എൻ്റെ കൂടപ്പിറപ്പുകളെ, എൻ്റെ അമ്മയൊക്കെ. 10-28 വർഷം എനിക്ക് പ്രത്യേകിച്ച് കുറവുകളും കുറ്റങ്ങളും ഒന്നും ഇല്ലാതെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. ഇവളെ കല്യാണം കഴിച്ച ആദ്യത്തെ മാസമാണ് എനിക്ക് മനസ്സിലായി അവർക്ക് എന്തൊക്കെ കുറ്റങ്ങളുണ്ട്, അവർക്ക് എന്തൊക്കെ കുറവുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ മൊത്തത്തിൽ കുത്തിത്തിരിപ്പിച്ച് സമാധാനം കെടുത്തി. ഇപ്പോൾ തല്ലിപ്പിരിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്കായി. ഇപ്പം ഞാൻ അവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുക. എൻ്റെ ബായ്, ഇവക്ക് അത്രയ്ക്ക് കഴിവാ ബായ്. അല്ല ശന, ഇവളെ നിങ്ങൾ സെലക്ട് ചെയ്താലുണ്ടല്ലോ, TRPയിൽ നിങ്ങളായിരിക്കും നമ്പർ 1. കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, ഭക്ഷണം ഉണ്ടാക്കത്തില്ല, പാത്രം കഴുകത്തില്ല, എന്ത് പറയാൻ. ഉച്ചയ്ക്ക് മൂക്ക് മുട്ട തിന്നിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങും സാറേ അവള്. നമ്മളെന്തേലും ചോദിക്കാനോ പറയാനോ ചെന്നാൽ അവള് സ്ത്രീ സ്വാതന്ത്ര്യം ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് എടുക്കും. എനിക്ക് പലപ്പോൾ തോന്നിയിട്ടുണ്ട് ഇവള് മറ്റേതാണെന്ന്, ഫെമിനിറ്റിയാണെന്ന്. ആന്നേ. അല്ല ഭായ്, ഇതുപോലത്തെ ഒരു റിയാലിറ്റി ഷോ ആകുമ്പോഴേ നിങ്ങൾ ഈ പൊളിറ്റിക്സ് ഒക്കെ നോക്കാതെ ഉണ്ടല്ലോ, മെറിറ്റിലുള്ളവർക്ക് ചാൻസ് കൊടുക്കണം, കഴിവിനെ അംഗീകരിക്കണം. ഇവള് ഉള്ളതില്ലെന്ന് പറയും, ഇല്ലാത്തത് ഉണ്ടെന്ന് പറയും, കാണാത്തത് കണ്ടെന്ന് പറയും, കണ്ടത് കണ്ടില്ലെന്ന് പറയും. ഈ മൊത്തത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവമാണെന്നേ. ഹലോ ഹലോ ഹലോ, വെച്ചടി അവന്മാര്. എന്താ ചേട്ടാ, എന്റെ കഴിവുകൾ പുറം ലോകത്തിനെ കാണിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടത്തില്ലേ? എടി, നമുക്ക് നോക്കാം. എന്നാ ചേട്ടാ ഒരു കാര്യം ചെയ്യും, മോഹൻലാലിനെ ഒന്ന് വിളിച്ചു നോക്ക്. മോഹൻലാലിനെ വിളിക്കാൻ നമ്പർ ഒന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും, പൃഥ്വിരാജിനെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും ഒക്കെ എന്തെങ്കിലും കുറച്ച് പരദൂഷണം പറഞ്ഞ് പരത്ത്. അതെനിക്ക് ഭയങ്കര ഈസി അല്ലേ. അതെങ്ങാനും കയറി വൈറലാവാണെങ്കിൽ ചിലപ്പോൾ മോഹൻലാൽ കണ്ടേക്കും. അങ്ങനെ ചിലപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി നിന്നെ വിളിച്ചാലോ. എന്നാലും ഇവന്മാര് കഴിവുള്ളവരെയൊക്കെ എന്താ എടുക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിന്നെയൊക്കെ മെറിറ്റിൽ എടുക്കേണ്ട സാധനമാണ് നീയൊക്കെ.